ധനുഷ് നയൻതാര പോര് തുടരുകയാണ്. ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതിന് പിന്നാലെ നയൻതാരയ്ക്ക് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ധനുഷ്. നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ച നാനും റൌഡി താൻ എന്ന ചിത്രത്തിലെ 3 സെക്കൻഡ് ദൃശ്യം 24 മണിക്കൂറിനകം പിൻവലിക്കണമെന്നാണ് പുതിയ വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഇല്ലെങ്കിൽ ഗുരുതരമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. തന്റെ കക്ഷി ഈ സിനിമയുടെ നിർമ്മാതാവാണെന്നും സിനിമയുടെ നിർമ്മാണത്തിനായി ഓരോ തുകയും എവിടെയാണ് ചിലവഴിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നും ബിഹൈൻഡ് ദി സീൻ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ തന്റെ കക്ഷി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന നയൻതാരയുടെ വാദത്തിനും ധനുഷിന്റെ വക്കീൽ മറുപടി നൽകുന്നുണ്ട്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത്. നയൻതാരയുടെ ജന്മദിനത്തിലാണ് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത്. നയൻതാരയുടെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷത്തിലേറെ കഴിഞ്ഞാണ് ഡോക്യുമെന്ററി പുറത്തു വന്നത്. നേരത്തെ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ നാനും റൌഡി താൻ എന്ന സിനിമയുടെ ചില BTS ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ധനുഷ് നയൻതാരയ്ക്ക് 10 കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചിരുന്നു. അതിന് പിന്നാലെ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ധനുഷ് തന്നോട് പക പോക്കുകയാണെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലൂടെ നയൻതാര പറഞ്ഞത്.